മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മോദി പറഞ്ഞു. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ വേർതിരിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുൻപാണ് വീണ്ടും ഇങ്ങനെ ഒരു വർഗീയ പരാമർശം പ്രധാനമന്ത്രി നടത്തുന്നത്. എന്തൊക്കെയാണ് വാക്കുകൾ? അച്യുത, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇന്ന് പ്രചരണത്തിന്റെ ഭാഗമായി പങ്കെടുത്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് വീണ്ടും പറഞ്ഞത് കോൺഗ്രസ് പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇന്ന് മോദി ഉന്നയിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രചരണങ്ങളിലെല്ലാം ഉടനീളം ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം അതിന് ഇന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് അതിൽ പുതിയൊരു ന്യായീകരണം കണ്ടെത്തി മോദി ഇന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് തങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന വീഡിയോയിൽ പറയുന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ലെന്നും മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്നും എന്നുള്ള ന്യായീകരണവുമായിട്ടാണ് മോദി രംഗത്ത് വന്നത്. മാത്രമല്ല, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് മോദി രംഗത്ത് വന്നത്. മാത്രമല്ല, കുട്ടികളെ സർക്കാർ നോക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ പ്രചരണങ്ങളിലുടനീളം വർഗീയ പരാമർശങ്ങളൊക്കെ ആവർത്തിക്കുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോഴും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലെ കുറവടക്കം ബിജെപിക്ക് ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലുള്ള തോൽവി ഭയന്നുകൊണ്ടാണ് വീണ്ടും ഇത്തരം പരാമർശങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല എന്ന് മലക്കം മറിഞ്ഞ് മോദി രംഗത്ത് വരുന്നത്. അതിന്റെ തൊട്ട് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി മോദി രംഗത്ത് വരുന്നത്. എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും ബിജെപിയുടെ കൃത്യമായ അജണ്ട അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കിയുള്ള ബിജെപിയുടെ അജണ്ട ഓരോ പ്രചരണ രംഗങ്ങളിലും വ്യക്തമായി കാണാൻ കഴിയുന്നു എന്ന് തന്നെ വേണം ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ. അസിത, ശരി. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.